ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നത് എന്താണെന്നറിയോ? വൈറ്റ് കസ്തൂരി മഞ്ഞൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇത് ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഫേസ്ബുക്കിൽ ഞാൻ മഞ്ഞ കസ്തൂരി മഞ്ഞളാട്ടോ കണ്ടത്. അപ്പം ഞാൻ ഇതുവരെ വൈറ്റ് കസ്തൂരി മഞ്ഞൾ ഞാൻ കണ്ടില്ലേ. അപ്പോൾ ഇത് നമ്മളെ മുഖത്തുണ്ടാകുന്ന കറുപ്പ് പാട് ഒക്കെ പോകും. പിന്നെ നമ്മൾ വെയിൽ കൊണ്ടിട്ട് നമുക്ക് പിന്നെ സ്കിന്നിനൊക്കെ ഒരു ബ്ലാക്ക് കളറിലും ഒരു മങ്ങലൊക്കെ വരുമല്ലോ. അപ്പം അങ്ങനത്തെ ഒക്കെ പോകാനൊക്കെ പറ്റിയൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് ഞാൻ ഫേസ്ബുക്കിലൂടെ കണ്ടപ്പം വാട്സപ്പ് നമ്പർ അതിൽ കൊടുത്തിന്. അപ്പോൾ അതിക്ക് ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് വാങ്ങണം എന്നുകൊണ്ട്. കാരണം എന്നാലും പറയണേക്കാം കസ്തൂരി മഞ്ഞൾ എന്ന് പറയണത് വൈറ്റ് കളർ എന്നൊരു ക്രീം കളറാണ് തോന്നുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ക്രീം കളർ മോഡലാണ്, അല്ലാതെ ഈ മഞ്ഞ കസ്തൂരി മഞ്ഞളല്ലാതെ പുകയാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓരോരുത്തർ പറയണേക്കാം ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കിയിട്ട് ഇതെങ്ങനെ യൂസ് ചെയ്യലൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അയാളോണ്ട്. വയനാട്ടിൽ നിന്നാട്ടോ ഈ പ്രൊഡക്റ്റ് നമുക്ക് എത്തിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 375 കേട്ടോ. 100 ഗ്രാമാ തോന്നുന്നുണ്ട് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ മുഖത്തിലെ പിമ്പിൾസും എല്ലാം പോകും കേട്ടോ. അപ്പോൾ നമ്മളെ മുഖത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി കിട്ടും. എൻ്റെ ഇവിടെയൊക്കെ ഉണ്ടല്ലേ കറുത്ത പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഒരു ബോട്ടിൽ ആദ്യം ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. റിസൾട്ട് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ബോട്ടിൽ വാങ്ങുമ്പോൾ ഞാനിതുപോലെ വീഡിയോ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങിയതൊന്ന് വീഡിയോ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനത് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കട്ടെ. അപ്പോൾ ഞാൻ കത്രികയൊക്കെ എടുത്തിട്ടുണ്ടായിട്ട് ഞാൻ ഓപ്പൺ ആക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാനിത് പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഉള്ളിൽ നിന്നൊന്ന് പൊട്ടിച്ചെടുക്കാണ്ട്. കാരണം ഈ കത്രികനോട് ഞാൻ പൊട്ടിച്ചിട്ട് ഇത് ഞാൻ പിന്നെ വെട്ടാൻ ഉപയോഗിക്കണ കത്രിക കേട്ടോ. ക്ലോത്ത് വെട്ടണ കത്രികയാണ്. ഇത് മോശം പോകും. അപ്പോൾ ഞാൻ വല്ലതൊന്ന് അയച്ചെടുക്കട്ടെ കേട്ടോ. ഇതിങ്ങനെ പൊട്ടിച്ച് നല്ല ഭദ്രമായിട്ട് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അതുണ്ട് തോന്നുന്നുണ്ട്. നല്ല ഭദ്രമായിട്ട് കൊടുത്തയച്ച് നമ്മൾ കത്രികനോടൊക്കെ വെട്ടിയിട്ടൊന്നും പറഞ്ഞില്ല. അപ്പം ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് കേട്ടോ. കണ്ടില്ലേ? വൈറ്റ് സ്റ്റാർ വൈൽഡ് ടർമറിക് പൗഡർ കസ്തൂരി മഞ്ഞൾപ്പൊടി അതല്ലേ ക്രീം കളറിലാണ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ഇതും കൂടി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 100 ഗ്രാമിൻ്റെതാണ് കേട്ടോ. 100 ഗ്രാമിന് 375 റേറ്റ് വരുന്നത്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ആക്കാം. കണ്ടില്ലേ? ഇതാണ് കസ്തൂരി മഞ്ഞൾ. അപ്പം നല്ലൊരു സ്മെല്ലാട്ടോ. നല്ലൊരു സ്മെല്ല്. നമ്മളെ മറ്റേ മഞ്ഞ കസ്തൂരി മഞ്ഞളില്ലേ അതിൻ്റെ ഒന്നും സ്മെല്ലല്ല, വേറൊരു സ്മെല്ല്. ഇതും കൂടി ഇത് എങ്ങനെ വരുന്ന നോക്കി. ഇതിങ്ങനെ വരും. ഇതും കൂടി ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു അടുപ്പുണ്ട്, ഇതുപോലെ വേറൊരു അടുപ്പുണ്ട്. നമുക്ക് നോക്കിയതായാലും ആ ഒരു മഞ്ഞ കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു കളറും ഇതല്ല, പിന്നെ വാസനയല്ല കേട്ടോ, വേറൊരു വാസന. ആ കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു വാസന കുറച്ച് വാസനയുണ്ട്, വേറൊരു വാസനയും കൂടിയുണ്ട്. അപ്പം പിന്നെ ഇത് മഞ്ഞ കളറിലല്ല വരുന്നത്, വൈറ്റും അല്ല, ക്രീം കളറിലാണ് കേട്ടോ. കണ്ടില്ലേ? മഞ്ഞ കളറിലല്ല, ക്രീം കളറിലാണ് നമ്മൾ ഈ കസ്തൂരി മഞ്ഞൾ വരുന്നത്. ഇതിൻ്റെ റേറ്റ് 375, 100 ഗ്രാമാണ്. ഇത് വേണമെങ്കിൽ ഒരു മാസത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാണ്ടാവും. കുറച്ച് എടുത്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് തൈരിലും അതുപോലെ തേനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു പ്രൊഡക്റ്റും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഏതെന്ന് വെച്ചാൽ മുൾട്ടാണി മീട്ടിയും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ ചോദിച്ച് മുൾട്ടാണി മീട്ടിയും തേനും തൈരും ഇതും കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ കസ്തൂരി മഞ്ഞളും തേനും പിന്നെ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളങ്ങനെ ചെയ്ത് നോക്കി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തൈരും കസ്തൂരി മഞ്ഞളും മാത്രം യൂസ് ചെയ്യുക, തേനും കസ്തൂരി മഞ്ഞളും മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാനിത് സ്ക്രീനിൽ നമ്പർ കൊടുക്കും. ആ നമ്പറിൽ നിങ്ങൾ ഓർഡർ ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ അതാ കസ്തൂരി മഞ്ഞൾ ഞാൻ എടുക്കുകയാണ്. 1 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ ഞാൻ എടുക്കണുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഹണിയും കൂടി യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഹണി ഒന്ന് എടുത്തെടുക്കട്ടെ. ഒരു ടീസ്പൂൺ ഹണിയൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാനുള്ളത് മുൾട്ടാണി മീട്ടിൻ്റെ പൗഡറാണ്. മുൾട്ടാണി മീട്ടി പൗഡർ കുറച്ചൊന്ന് ഇട്ടെടുക്കുക.
കുറച്ച് ഞാൻ ഇട്ടെടുക്കണുള്ളൂ കേട്ടോ, ഓവറായിട്ടൊന്നും ഇട്ടെടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരു നേരത്തിനൊന്ന് യൂസ് ചെയ്യാം. പിന്നെ നമുക്കൊരു ഇതിൽ നിന്നൊരു ടീസ്പൂൺ മഞ്ഞളും കൂടി ഇരിക്കട്ടോ. നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും. ഇത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ തന്നെ മഞ്ഞളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മഞ്ഞൾപ്പൊടി. നമുക്കൊന്ന് യൂസ് ചെയ്യട്ടോ, നമ്മൾ യൂസ് ചെയ്താണ്ട് ഒന്ന് നോക്കാം. പിന്നെ ഞാനിത് എന്തായാലും ഇൻഷാ അല്ലാഹ് ഇത് കഴിയുന്ന വരെ ഞാൻ യൂസ് ചെയ്യും. ഇനി റിസൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും അടുത്തൊരു വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ വരും. ഇതന്നെ ഈ പ്രൊഡക്റ്റിനെ ഇനി വാങ്ങിക്കോളി എന്ന് പറഞ്ഞിട്ട്, കാരണം ഇത് നല്ല റിസൾട്ട് ഉണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഹണിയുണ്ട്, തൈരുണ്ട്, മുൾട്ടാണി മീട്ടിയുണ്ട്, കസ്തൂരി മഞ്ഞളും ഉണ്ട്. പക്ഷെ നമുക്ക് ഇതിലേക്ക് കസ്തൂരി മഞ്ഞളും മുൾട്ടാണി മീട്ടി ഉപയോഗിക്കണം എന്നില്ല, യൂസ് ചെയ്യണം എന്ന് ഒരിക്കലും ഇല്ല. അത് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് യൂസ് ചെയ്യണം. നമുക്കിതിലേക്ക് ഹണിയും കസ്തൂരി മഞ്ഞളും ആണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ മുൾട്ടാണി മീട്ടിൻ്റെ പേക്ക് എന്തായാലും വാങ്ങിയപ്പം പിന്നെ ഞാൻ അതും കൂടി ആയിട്ട് യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തൈരും മുൾട്ടാണി മീട്ടിയും മാത്രം യൂസ് ചെയ്യുക. മുൾട്ടാണി മീട്ടി കേട്ടോ, കേട്ടിട്ടുണ്ടാവുമല്ലോ മുൾട്ടാണി പൗഡർ, അതുപോലെ നമുക്കിതൊന്ന് യൂസ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യണം, എന്തായാലും മുഖത്ത് യൂസ് ചെയ്യണം ഞാൻ കാണിക്കണില്ല, കാരണം ഞാനിപ്പോൾ മുഖം കഴുകിയിട്ടില്ല, മുഖം കഴുകാനൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലൊരു നമ്പർ കൊടുക്കണം. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ മതി. ഇങ്ങനത്തെ ഒരു മഞ്ഞൾ കിട്ടണം എന്ന് ആഗ്രഹിക്കണവരുണ്ടാവുമല്ലോ, കാരണം ഇതിൻ്റെ പരസ്യം എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടോല് അപ്പോൾ അത് കണ്ടോലെ എന്തായിട്ട് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊരു നമ്പർ കൊടുക്കണം. ആ നമ്പറിലേക്ക് നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി. 4 ദിവസത്തിനുള്ളിൽ നമുക്ക് സാധനം പോലെ എത്തിച്ച് തരും കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറിയാണ്. നമുക്കിത് യൂസ് ചെയ്യണം. ഞാൻ യൂസ് ചെയ്യണ വീഡിയോ എന്തായാലും ഞാൻ ഇടണില്ല. ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുഖം കഴുകിയിട്ടില്ല, ഇങ്ങനെ മുഖത്ത് പുരട്ടി കൊടുക്കാം. ഞാൻ മുഖം കഴുകിയിട്ട് എന്തായാലും ഞാൻ യൂസ് ചെയ്യണ കാണിച്ചു തരാം. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ അതൊരു ഇത് വേണ്ടല്ലോ. അത് ഞാൻ മുഖം നല്ലോണം കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുഖത്ത്. അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ് കേട്ടോ, ഒരു 20 മിനിറ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കഴുകി കളയാം കേട്ടോ, നോർമൽ വാട്ടറിൽ. ഞാൻ പുതികമലൊന്നും തേക്കാറില്ല പൊതുവെ. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കഴുകിയിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് നോക്കാം. നെക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ. കണ്ണിൻ്റെ ചുറ്റും ആക്കേണ്ട ആവശ്യമില്ല. ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് നോക്കിയിട്ട് 20 മിനിറ്റ് കഴിയട്ടെ. നമുക്ക് നോക്കട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. പക്ഷേ ഇതൊരു മാസം നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ, നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു മാസം. പിന്നെ നല്ല പിമ്പിൾസും പിന്നെ ബ്ലാക്ക് അതൊക്കെ ആയിട്ട് നമ്മൾ സ്കാനൊക്കെ അടിച്ചിക്കല്ലോ, നമ്മളെ വെയിലിൻ്റെ ഇതൊക്കെ വന്നിട്ട് എല്ലാവരാണെങ്കിൽ എന്തായാലും 2 മാസമൊക്കെ യൂസ് ചെയ്യേണ്ടി ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇതാ ഞാൻ മുഖം കഴുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നല്ലൊരു കോട്ടൺ തുണി കൊണ്ടല്ല, ഒരു പുറത്ത് കൊണ്ട് നമുക്ക് മുഖം ഒപ്പിയെടുക്കണം കേട്ടോ. ഇങ്ങനെ ഒപ്പിയെടുത്ത് 20 മിനിറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടോ. അപ്പോൾ നമുക്ക് ഇതാ നമ്മളെ മുഖത്ത് അത് തേനില്ലതുകൊണ്ട് ഉണങ്ങി പിടിച്ചിങ്ങനെ കട്ടിയായി നിൽക്കൂല കേട്ടോ. നമുക്കൊരു വലിവൊന്നും വരില്ല, തേനുണ്ടല്ലോ യൂസ് ചെയ്യണല്ലോ. അപ്പം ഒരു വലിവും കാര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നുക അങ്ങനെ ഒരു നല്ലൊരു മിൻസ് ഉണ്ട് കേട്ടോ മുഖം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാനിതൊന്നൊരു മാസം ഇൻഷാ അല്ലാഹ് ആയുസുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ട് റിസൾട്ട് എന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കും. ഇന്നിപ്പോൾ ഇന്ന് യൂസ് ചെയ്തതല്ലേ, ഇന്ന് യൂസ് ചെയ്തപ്പം തന്നെ എനിക്ക് മുഖത്ത് നല്ലൊരു ഇങ്ങനെ തൊടുമ്പോഴൊക്കെ നല്ലൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ സ്ക്രീനിൽ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ
നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി കേട്ടോ. ഞാൻ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക. പിന്നെ ഈ വൈറ്റ് കസ്തൂരി മഞ്ഞൾ ഒരുപാട് ആൾക്കാർ ചോദിക്കണം, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ പല സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ട്, ഇങ്ങനെ വൈറ്റ് കസ്തൂരി മഞ്ഞൾ കിട്ടുമോ പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല ഇനി കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാനത് ഓർഡർ ചെയ്യട്ടെ. അപ്പം അന്ന് 300 റുപ്യ അതിൽ പറഞ്ഞു, പക്ഷേ അവർക്ക് ഫ്രീ ഷിപ്പിംഗ് ഫീസും കൂടി ആയിരിക്കും 75 രൂപ. അപ്പം 375 ആയിട്ടുണ്ട്. അതായത് നല്ല ഒരു ഇത് എനിക്ക് തോന്നുന്നുണ്ട്. മറ്റേ കസ്തൂരി മഞ്ഞൾ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താ ഒരു പുകച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ. ഇതിന് അതൊന്നുമില്ല, കുറച്ചൊരു ഒരു പുകച്ചിൽ പറഞ്ഞ് നമുക്ക് എന്തൊക്കെ ഓവറായിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, ഉഷാറാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാവരും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യണം കേട്ടോ. നമ്മളെ മുഖത്തിനാണ് പിമ്പിൾസും പിന്നെ എല്ലാം പോവും. ആ വെയിൽ കൊണ്ടാണ്ടല്ല ഇതൊക്കെ പോകണല്ലോ. എനിക്ക് ഇവിടെയൊക്കെ തൊടുമ്പോൾ നല്ലൊരു മിനുസം പോലെ തോന്നുന്നുണ്ട്.